ഇന്ത്യൻ ആയുധപ്പുരയാകട്ടെ നിറഞ്ഞു കവിയുകയാണ്. ഫ്രാൻസ് ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടി തന്നെ പ്രതിരോധ രംഗം കൂടുതൽ പുഷ്ടിപ്പെടാനായി തന്നെ ഒരുങ്ങുകയാണ്. ശത്രു ബങ്കറുകൾ ഇനി ചുട്ട് ചാമ്പലാകും. അതിനായുള്ള ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ മോദിയും മാക്രോണും തമ്മിൽ ധാരണയിലായി എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇനി ചൈനയ്ക്കാകട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാന് പോലും ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് എന്താണ് എന്നത് എടുത്തു കാണിക്കാൻ മറ്റൊരു അവസരം ഒരുങ്ങുന്നതായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഹാമർ മിസൈൽ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചയിൽ എത്തിയതോടുകൂടി തന്നെ അതിനുശേഷമാണ് ഈ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും ഫ്രാൻസിലെ സാഫ്രനും ഇന്ത്യയിൽ ഹാമർ നിർമ്മിക്കും അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം രൂപീകരിക്കാൻ ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പങ്കാളിത്തമാകട്ടെ ഹാമർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് എയർ ടു ഗ്രൗണ്ട് ആയുധ സംവിധാനത്തിന്റെ പ്രാദേശിക ഉൽപ്പന്നം പ്രാപ്തമാക്കും. ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. തന്ത്രപരവും അതുപോലെ തന്നെ വ്യാവസായികവുമായ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളുടെ ഒരു പ്രധാന ഫലമായി തന്നെ ഈ കരാറിനെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഹാമർ ഉൽപാദനത്തിന്റെ ആ പ്രാദേശികവൽക്കരണം നൂതന കൃത്രിമത്തിന്റെ അല്ലെങ്കിൽ അതിൽ കൃത്യതയാർന്നുള്ള ആയുധങ്ങൾക്കായുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നുവെന്നും അല്ലെങ്കിൽ അതിന്റെ കയറ്റുമതിയെ തദ്ദേശമായി തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായും തന്നെ ഇവിടെ പ്രതീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഹാമർ എന്ന പേര് തന്നെ അതിൻ്റെ സ്വഭാവം കൂടുതലായി തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യവും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നതാണ്. ചുറ്റിക എന്ന അർത്ഥത്തിൽ വരുന്ന ഹാമർ ആകട്ടെ ഒരു ശക്തമായ പ്രഹരത്തിലൂടെ തന്നെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന ഒരു ആയുധത്തിന്റെ പ്രതീകമായി തന്നെ മാറുകയാണ്. ഈ സാധാരണ മിസൈൽ പോലെ മാത്രം ഇതിനെ കാണേണ്ടതല്ല, മറിച്ച് കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താനായി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് പ്രിസിഷൻ ഗ്രനൈഡ് ബോംബ് തന്നെയാണ് ഈ ഒരു ഹാമർ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് വിക്ഷേപിക്കാവുന്ന ഈ ഒരു ആയുധമാകട്ടെ ശത്രു ബങ്കറുകൾ, കമാൻഡ് സെന്ററുകൾ, അതേപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ, തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ ആക്രമണ പരിധി തന്നെയാണ്. ഹാമറിന് ഏകദേശം 60 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തിൽ കൃത്യമായ ആക്രമണം നടത്താൻ കഴിവുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധവിമാനങ്ങൾക്ക് ശത്രു പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് അതിൽ പുറത്തു നിന്നുകൊണ്ട് തന്നെ ലക്ഷ്യത്തെ ആക്രമിക്കാനും വലിയ രീതിയിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയുള്ള ബങ്കറുകൾക്കുമെതിരെ തന്നെ ഹാമർ ആകട്ടെ ഫലപ്രദമാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ തന്നെ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശത്തിലെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി തന്നെ ഇത്തരം ആയുധങ്ങൾ നിർണായകമാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന മറ്റൊരു ശക്തമായ വിലയിരുത്തലായി തന്നെ കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.